നമസ്കാരം. നമ്മുടെ ബെഡ് സൈഡ് അസിസ്റ്റൻറ്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ലാബ് റിസൾട്ടിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് ടീമിലെ ശരത്ത് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു വിഷയമാണ്. ആ ലാബ് റിസൾട്ടിൽ മനോഹരമായൊരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് സാർ, അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന്. അത് നമ്മൾ ആ ലാബ് റിസൾട്ട് കാണുന്നിടത്ത് ആ ഓരോ റിസൾട്ടും ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ടോപ്പിൽ തന്നെ അതിൻ്റെ റിസൾട്ടിൻ്റെ ടൈറ്റിലുണ്ട്. അതിനുശേഷമാണ് ഓരോ ടെസ്റ്റും അതിൻ്റെ വാല്യൂസും കാണുന്നത്. ആ ടൈറ്റിലിൻ്റെ തൊട്ട് താഴെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ മനോഹരമായ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് നമ്മളുടെ ടൈം ലൈൻ ഐക്കണാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ടെസ്റ്റ് ഇൻറ്റൻറ്റ് ചെയ്യപ്പെട്ട റെക്കമെൻഡ് ചെയ്യപ്പെട്ട ടൈം, അത് ബില്ല് ചെയ്യപ്പെട്ട ടൈം, അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യപ്പെട്ടത്, സാമ്പിൾ ലാബിലെത്തിയ സമയം, റിസൾട്ട് ആയ സമയം, അത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്ത സമയം, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴാണ് ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടതെന്ന് തുടങ്ങി റിസൾട്ടിലേക്ക് എത്തിയ ആ നാൾ വഴികൾ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ലാബ് റിസൾട്ടിൻ്റെ ടൈം ലൈൻ കാണാനായിട്ട് ലാബ് റിസൾട്ട് മെനു, നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് ഏറ്റവും ടോപ്പിലെ മെനുവിൽ നിന്ന് ലാബ് റിസൾട്ട് എടുക്കാം. റിസൾട്ട് കാണുമ്പോൾ തന്നെ ഓരോ റിസൾട്ടിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഏതെങ്കിലുമൊക്കെ റിസൾട്ട് വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അത് എവിടെയാണ് വൈകിയതെന്നറിയാനൊരു പ്രയാസം ഉണ്ടാകും. ഇത് ആ റിസൾട്ടിൻ്റെ ടൈം ലൈനിൽ നോക്കിയാൽ സാമ്പിൾ എടുത്തിടത്താണോ ഇത് ഹോൾഡ് ചെയ്യപ്പെട്ടത്, ഓർ ലാബിൽ ചെന്നിട്ട് വെയിറ്റ് ചെയ്യപ്പെട്ടതാണോ, ഓർ അത് റിസൾട്ട് ഉണ്ടായതിനു ശേഷം അപ്രൂവൽ വെയിറ്റ് ചെയ്തതാണോ, നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഹോസ്പിറ്റലിൽ പലപ്പോഴും ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈം ലൈൻ നമ്മുടെ കൺഫ്യൂഷൻസ് മാറ്റിത്തരും.